കടപ്പുറത്ത് തിമിങ്ങലം ചത്ത് കിടക്കും പോലെ കിടക്കുന്ന കിടപ്പ് കണ്ട. നന്ദിനിയല്ല, മുറിയിലൊരു പാട്ട കയറിപ്പോയാലും ഇയാളറിയും തോന്നുന്നില്ല. എന്തായിരുന്നാലും സൂര്യ സാറിന്റെ മുറിയിലോട്ടൊന്ന് കയറി നോക്കാം. ഉറങ്ങണോ? ഉറക്കം കണ്ടില്ലേ? ഒന്ന് കടന്നു നോക്കാം. അവിടെ കിടന്നു നോക്ക. ഞാനേ ഇതുവഴി അങ്ങ് പോവാം. എല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണോ? നല്ല ഉറക്കം. ആൻറ്റിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇന്ദ്രജയ്ക്കും വേണ്ടി ഒരു ബാഹുബലിയെ പോലെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഈ കോട്ടയ്ക്ക് കാവലായി. ജയ് മകിഴ്മതി. ഇവ മുമ്പ് സർക്കസിലായിരുന്നു. സൂര്യയുടെ അടുത്താരും പോവൂല, പോവൂല. സൂര്യയുടെ അടുത്താരും പോവൂല. ആന്റി ഞാനുണ്ട്. വിജയ് ഉള്ളപ്പോ ഇവിടെ ആരും പോവൂല. ഇവര് ഭ്രാന്താണ്. അത് വെള്ളം കോട്ട കടന്നാരും പോവൂല. ഉറക്കത്തിൽ പോലും ഇത്ര ഭാര്യ പേടിയുള്ളവൻ ആദ്യമായിട്ട് കാണും. കഷ്ടം. ഇത് നടക്കൂല. ഇയാളെ കടന്നകത്ത് പോകാൻ പറ്റൂല. പത്മയുടെ കോട്ട സംരക്ഷിക്കുന്ന ബാഹുബലിയാണ്. ഒന്നും ചെയ്യരുത്. എന്തായിരുന്നാലും ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. സൂര്യ സാറിനെ ഞാൻ കണ്ടിട്ടേ പോവും. പിന്നെ അടിച്ച് കൊന്നുകളഞ്ഞ എന്തെന്ന് ആലോചിക്കുക. എന്താ രാജേട്ടാ? പത്മ മേഡം പോയി കിടന്നു. ഇന്ദ്രജ മേഡത്തിനെയും വേദ മേഡത്തിനെയും അവിടെ ഒന്നും കണ്ടുമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. പക്ഷെ ഇവിടെ വേറൊരുത്ത ഇല്ലേ? ഇന്ദ്രജ മേഡത്തിന് പത്മ മേഡം വാങ്ങിച്ചു കൊടുത്തൊരു കളിപ്പാട്ടം. വിജയ് സാറ് സൂര്യ സാറിന്റെ മുറിയുടെ വാതക്കലില്ലേ ഒരു പായം വിരിച്ച് കിടക്കുക. നമ്മൾ ഈ കടപ്പുറത്തൊക്കെ പോകുമ്പോഴേ അവിടെ ഇങ്ങനെ കയറ്റിയിട്ടേക്കിനെ വള്ളമില്ലേ, അതുപോലെ ഇങ്ങനെ